ഹലോ കൂട്ടുകാരെ, എങ്ങോട്ടാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതെന്നല്ലേ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിട്ട് വരാമെന്ന്. അത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. ആശകൾ ആയിരം എന്നുള്ള ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി ഓട്ടോറിക്ഷയിലാണ് പോണത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ പോകാൻ. ടാക്കീസിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 1 മണിക്കൂറത്തോളം യാത്ര ചെയ്യാണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. റോട്ടിൽ കൂടെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയി അവിടെ എത്താനായി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ സിനിമ തിയേറ്ററിൻ്റെ മുന്നിൽ എത്തിയിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഏട്ടനെ അവിടെ എന്തോ റീൽസോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. വണ്ടി അവിടെ ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ കുറവാണ്, വളരെ കുറവാണ്, ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നെ അതുമല്ല, ശിവരാത്രി ദിനത്തിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അമ്പലത്തിലേക്ക് പോകാൻ രാവിലെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒരു സിനിമയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഞങ്ങൾക്കൊരു സിനിമ കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഏട്ടൻ അന്നാണ് ഒഴിവ് കിട്ടിയത്. പിന്നെ ഞങ്ങളങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അച്ചു അതിനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അതിനെ കൂടെയൊക്കെ നടന്ന് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പോയിട്ട് വീണിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ ഊഞ്ഞാലായിട്ട് കളിക്കുന്നു. ഇടയ്ക്ക് അവിടെ നിന്ന് വീണ് സ്ഥലമൊക്കെ മേടിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇനി അവിടെ നിന്ന് നീച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് നേരത്തെ എത്തിയിരുന്നു. ഞങ്ങൾ സിനിമ തുടങ്ങണതിൻ്റെ കുറേ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തിയിരുന്നു. സിനിമ കണ്ടത് 11 മണിക്കാണ് കേട്ടോ സിനിമയൊക്കെ തുടങ്ങിയിരുന്നത്. പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് പോപ്കോണും പെപ്സിയും അതുപോലെ നമ്മുടെ ചോളപ്പൊരിയും അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു കേട്ടോ. ലൈസ് അടിച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ടൈമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മോളെ അവിടെ ഇരുത്തും വേണ്ടേ കുറേ ടൈം. ഭയങ്കര പണിയാണ്. ആദ്യമായിട്ടാണ് ഇവളെയും കൊണ്ട് സിനിമയ്ക്ക് പോണത്. ഇവള് ഉണ്ടായതിന് ശേഷം ഞാൻ സിനിമയൊന്നും കാണാൻ പോയിട്ടില്ല. അതിന് മുന്നേ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഞാനും ഏട്ടനൊക്കെ ഇടയ്ക്ക് ഇവിടുന്ന് പോകും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ചെന്നാൽ ഓണത്തിനും വിഷുവിനൊക്കെ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ടില്ലെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും സിനിമയ്ക്കോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകും കേട്ടോ. അന്നൊക്കെ അതൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ നല്ല ഓർമ്മകളുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മേലെ കയറി ഇരുന്ന് 2nd ഫ്ലോറിലെത്തിയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു, എവിടെയായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരിടത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. മോളാണ് ചതിയനെ പോക്കോണും കാര്യങ്ങളൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കഴിക്കൽ തുടങ്ങിയിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അപ്പോഴേക്ക് സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങൾക്ക് വാതിലൊക്കെ തുറന്നു ഞങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. തീരെ തിരക്ക് കുറവായിരുന്നു. സീറ്റുകളൊക്കെ കാലിയായി കിടക്കായിരുന്നു കേട്ടോ. മോളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഈ ടി വിനെ കണ്ടപ്പോൾ ഈ സ്ക്രീനിനെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. അമ്മ ഇത്രയ്ക്ക് വലിയ ടി വി ഒക്കെ ഉണ്ടോ, ഞമ്മക്കും ഇതുപോലത്തെ ഒന്ന് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. പിന്നെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് നേരം മോൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ പോയി വന്ന് നേരെ പോകുന്നു കേട്ടോ. പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ഇവളിതെന്താ ഇങ്ങനെ നിൽക്കണമെന്നല്ല വിചാരിക്കുന്നത്, വേറെ ഒന്നിനുമല്ല. അമ്മ എനിക്ക് കൊക്കക്കോള വാങ്ങിത്തായി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വരില്ല എന്നിട്ട് ശപഥം ചെയ്തിട്ട് അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അവൾ ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ടാക്കീസിനോട് ടാറ്റയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 മണിയായിരുന്നു പോരുമ്പോൾ സമയം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2 മണിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ മെല്ലെ പോകുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ബിരിയാണി മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കാരണം കണ്ട സാധനങ്ങളൊക്കെ തിന്നിട്ട് വയറ് ഫുള്ളായിരുന്നു. എന്നാലും ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നു കേട്ടോ. വന്നപ്പോഴേക്കന്നെ കുറേ സമയമായി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ സാവധാനം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.